എന്താ ചേട്ടാ പതിവില്ലാതെ ഒരു സീക്രട്ട് കാര്യം പറയാൻ വന്നതാ. കച്ചവടത്തിന് വേണ്ടിയുള്ള വെറും നാടകമാണ് എമ്പുരാൻ വിഷയത്തിൽ നടക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. എന്താണ് കാര്യത്തിൽ തങ്ങളൊരു സിനിമാ പ്രവർത്തനം കൂടിയല്ലേ? വെറും ഡ്രാമയാണ് അവിടെ നടക്കുന്നത്, അത്ര എനിക്ക് പറയാനൊക്കെ. ആ നമ്പർ അങ്ങ് കയ്യിലിരിക്കട്ടെ സാറേ. വെറും ഡ്രാമ, കച്ചവടത്തിന് വേണ്ടിയുള്ള ഡ്രാമ, അത് മാത്രമാണ് നടക്കുന്നത്. മാത്രമാണ് നടക്കുന്നത്. ആരും ആവശ്യപ്പെട്ടിട്ടില്ല മുറിക്കാൻ, അവര് തീരുമാനിച്ചതാണ്. ആണല്ലോ, നിന്റെ ഈ വാക്ക് വിശ്വസിക്കുകയാണ്. നീയാണ് സാക്ഷി. ഉറപ്പാണല്ലോ? ഉറപ്പാണല്ലോ. ഇതിലൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നന്ദി ടൈറ്റിൽ കാർഡിൽ നിന്നും ഒഴിവാക്കിയത് എന്നുള്ളതാണ്. അതിനുള്ള കാരണം എന്താണെന്നുള്ള സുരേഷ് ഗോപി തന്നെ നേരത്തെ ഇക്കാര്യം അണിയറ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നു. ആരും ആവശ്യപ്പെട്ടിട്ടില്ല മുറിക്കാൻ, അവര് തീരുമാനിച്ചതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഈ സിനിമ പുറത്തിറങ്ങാൻ സുരേഷ് ഗോപി വലിയ രീതിയിൽ സഹായം നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് ഈ വിവാദങ്ങൾ വന്ന സമയത്ത് സുരേഷ് ഗോപി തന്നെ അണിയറക്കാരോട് തന്റെ പേര് ടൈറ്റിൽ കാർഡിൽ നിന്നും മാറ്റണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. സുരേഷ് ഗോപി നമ്മൾ ഇന്ന് രാവിലെ IS തുടങ്ങുമ്പോൾ നടത്തിയൊരു പ്രതികരണമുണ്ട്, എല്ലാം ബിസിനസ് ആണെന്നുള്ള രീതിയിൽ. ഇനി ഉയർന്നു കേൾക്കുന്നത് ആ പ്രതിരോധം തന്നെ ആയിരിക്കും അല്ലേ? രംഗത്ത് മാത്രമുള്ള ഒരു പട്ടാള തന്ത്രമാണ് ഞാൻ പ്രയോഗിച്ചത്. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയുമില്ല. കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല ധാരണയാണ്. ഞങ്ങൾ ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല. ഈ നാട്ടിൽ ഒരു കലാകാരനും ഭയപ്പെട്ടൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. സ്വമേധയുള്ള വെട്ട്. എമ്പുരാൻ ടീം സ്വമേധയാ പരിശോധിച്ചെടുത്ത തീരുമാനം അവർക്ക് ശരിയല്ലെന്ന് തോന്നിയത് അവർ തിരുത്തി. അതായിരിക്കുമല്ലോ സുരേഷ് ഗോപി അടക്കമുള്ളവർ BJP നേതാക്കളൊക്കെ വിശദീകരിക്കാൻ പോകുന്നത്. ആശാന്റെ ബുദ്ധി പാളിപ്പോയി. അല്ലേലും കുറെ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതല.